ആയിട്ടുള്ള സാധ്യതകൾ മാത്രമല്ല നോക്കുന്നത്. ഇപ്പോൾ പുറത്തേക്കുള്ള അവിടെ കുറേ കൂടെ കിട്ടുന്ന ഫ്രീഡം, അവിടെ ഉള്ള സാധ്യതകൾ, അത് ഒരുപക്ഷെ അവരിവിടെ കാണുന്നുണ്ടായിരിക്കില്ല. പിന്നെ പഴയ പോലെ അല്ലല്ലോ, കുറച്ച് ചിന്തയിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇവിടുത്തെ രീതികൾക്ക് ഇതിനെല്ലാം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മളെപ്പോഴും സംസാരിക്കാറുള്ള കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ റോഡ് ഉണ്ടാക്കാൻ ഇവിടെ എളുപ്പമല്ല. കാരണം ഇവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ പാറ്റേൺ അനുസരിച്ച് മറ്റ് സംസ്ഥാനത്ത് 10 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുന്ന ചില ഇവിടെ 1 കിലോമീറ്റർ വരുമ്പോൾ എടുക്കും. കാരണം പാലം, തോട് ഇതെല്ലാം വളരെ കൂടുതലാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് ഇൻഡസ്ട്രീസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ബേസിക് റിസോഴ്സസ് അയൺ ഓർ അങ്ങനെയൊന്നും നമുക്കിവിടെ ഇല്ല. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നമുക്കിവിടെ കൃഷി ചെയ്യാൻ നല്ല മണ്ണാണ്, പക്ഷെ നമ്മുടെ ആൾക്കാർ മടിയാണ്, ഇവിടെ എല്ലാം പുറത്തുനിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇവിടെ സർവീസ് സെക്ടറിലാണ് കൂടുതൽ ആൾക്കാർ. കാരണം നമ്മുടെ ഇവിടെ ഒരു ഡെയിലി വേജ് അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം കുറേ കൂടെ ആൾക്കാർ അംബീഷ്യസ് ആണ്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ 70% മേളിലുള്ള ഒരു സംസ്ഥാനമാണ്. കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം കൊടുക്കും. സ്വാഭാവികമായിട്ടും അവർ കൃഷി ഇതിനേക്കാളും ഒക്കെ മികച്ച ഒരു ജോലിയാണ് അവർ മനസ്സിൽ സ്വപ്നം കാണുക. അത്തരം സാധ്യതകൾ കുറച്ചുകൂടെ കാണുക വെളിയിലാണ്. പിന്നെ ഇവിടുത്തെ നെഗറ്റീവ്സ് മാത്രം നോക്കിയിട്ട് അതിനെ പഴിക്കുക എന്നുള്ള ഒരു രീതി എനിക്കതിനോട് താല്പര്യം തോന്നുന്നില്ല.